ഗാസയിൽ വീണ്ടും കൂട്ടക്കൊല തുടർന്ന ഇസ്രയേൽ. പ്രതികൂല കാലാവസ്ഥയും കെട്ടിടം തകർന്നും ഗാസയിൽ 8 പലസ്തീനികൾ ഇപ്പോൾ മരിച്ചിരിക്കുകയാണ്. ഗാസയിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ അതീവ രൂക്ഷമായി തുടരുന്നു. അങ്ങേയറ്റം ദുരിതപൂർണമാണെന്നാണ് UN ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇസ്രയേൽ ആക്രമണത്തിൽ 3 പേരാണ് കൊല്ലപ്പെട്ടത്. കൊടും ശൈത്യം കാരണം ഒരു കുഞ്ഞുൾപ്പെടെ 4 പേർ മരിച്ചതായി ഗാസയിലെ സിവിൽ ഡിഫൻസ് വക്താവ് അറിയിച്ചു. ഗാസ സിറ്റിയിൽ കെട്ടിടം തകർന്ന് 15 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉൾപ്പെടെ 3 പേരാണ് മരിച്ചത്. ദുർബലമായ കൂടാരങ്ങളിൽ കഴിയുന്ന 10,000-കണക്കിന് ആളുകൾ വലിയ ദുരിതത്തിലാണിപ്പോൾ. ആവശ്യമായ മാനുഷിക സഹായവും അഭയകേന്ദ്രങ്ങളിലേക്കുള്ള പ്രധാന സാധനങ്ങളും ഇസ്രയേൽ തടഞ്ഞു എന്നതാണ് പ്രതിസന്ധി സങ്കീർണമാക്കിയതായി കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥ കൂടിയായതോടെ ഗാസയുടെ മാനുഷിക ദുരന്തം പരിഹരിക്കാൻ കൂട്ടായ ഇടപെടൽ അനിവാര്യമാണെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഗാസയ്ക്ക് ആശ്വാസം നൽകുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം പരാജയപ്പെടുന്നത് ഏറെ ഖേദകരമാണെന്ന് ഹമാസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. യെല്ലോ ലൈൻ മറികടന്ന എന്നാരോപിച്ചുകൊണ്ടാണ് ഇസ്രയേൽ സേന 3 പേരെ കൊലപ്പെടുത്തിയത്. അതേസമയം 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള ഹമാസ് സംഘം കെയ്റോയിലെത്തി. ഗാസയിൽ രൂപവൽക്കരിക്കുന്ന ഇടക്കാല ഭരണസമിതിയും ഇസ്രയേൽ സേനയുടെ പിന്മാറ്റവും സംബന്ധിച്ച മധ്യസ്ഥ രാജ്യങ്ങളുമായി സംഘം ചർച്ച ചെയ്യുമെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട്. 2ാം ഘട്ടം ത്വരിതപ്പെടുത്താൻ എല്ലാ നടപടികളും തുടരുമെന്ന് മധ്യസ്ഥ രാജ്യമായ ഖത്തർ അറിയിച്ചു. അതേസമയം സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടയിൽ ഇറാനിൽ US ഇടപെടാനുള്ള സാധ്യതകളെക്കുറിച്ച് ഇസ്രയേൽ അതീവ ജാഗ്രതയിലാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാനിൽ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് പിന്തുണയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇസ്രയേൽ ജാഗ്രത പുലർത്തുന്നത്. US ആക്രമിച്ചാൽ ഇസ്രയേലിലെ US താവളങ്ങൾ തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാജ്യത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ ഭരണത്തിൽ നിന്ന് ഇറാനെ മോചിപ്പിക്കുന്നതിന് ആവശ്യമായ സഹായം നൽകാൻ അമേരിക്ക തയ്യാറാണെന്ന് ട്രംപ് തന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ഇറാൻ മുൻപൊങ്ങുമില്ലാത്ത വിധം സ്വാതന്ത്ര്യത്തിലേക്ക് നോങ്ങുന്നു എന്നും സഹായിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇസ്രയേലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത്. ശനിയാഴ്ച US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ ഇറാനിൽ US ഇടപെടാനുള്ള സാധ്യത പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ച ചെയ്തതായി ഒരു ഇസ്രയേലി വൃത്തത്തെ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം നിലവിലെ പ്രതിഷേധങ്ങൾക്കിടയിൽ ഇറാനിൽ ഇടപെടാൻ ഇസ്രയേലിന് താൽപര്യമില്ല എന്നാണ് റിപ്പോർട്ടുകൾ. കലാപം അടിച്ചമർത്താൻ വ്യാഴാഴ്ച രാത്രി മുതൽ രാജ്യത്തെ മൊത്തം ഇന്റർനെറ്റും ഫോണും കണക്ഷനുകളും ഭരണകൂടം നിർത്തലാക്കിയിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ആരംഭിച്ച പ്രതിഷേധമാണ് പിന്നീട് ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭമായി പരിണമിച്ചത്. 1979 മുതൽ ഇറാന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ഭരണകൂടത്തെ താഴെ ഇറക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. സ്വാതന്ത്ര്യം, ഏകാധിപത്യം, മരണം തുടങ്ങിയ മുദ്രാവാക്യങ്ങളോടെയാണ് ജനം തെരുവിൽ ഇറങ്ങിയത്. വെള്ളിയാഴ്ച അധികാരികൾ ആശുപത്രികളിൽ നിന്ന് മൃതദേഹങ്ങൾ നീക്കം ചെയ്തതായി ഡോക്ടർമാർ ടൈം മാസികയോട് പറഞ്ഞിരുന്നു. മരിച്ചവരിൽ ഭൂരിഭാഗവും യുവജനങ്ങളാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇതിൽ വടക്കൻ ടെഹ്റാനിലെ ഒരു പോലീസ് സ്റ്റേഷന് പുറത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രതിഷേധക്കാർക്ക് നേരെ മെഷീൻ ഗൺ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നും നിരവധി പേർ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുകളുണ്ട്. പൊതുജനങ്ങളുടെ രോഷത്തോടൊപ്പം അമേരിക്കയുടെ ഭീഷണികൾക്കും ഇടയിൽ കുടുങ്ങിയിരിക്കുകയാണ് സർക്കാർ. പ്രതിഷേധവുമായി ജനങ്ങൾ മുന്നോട്ടു പോവുകയും അമേരിക്ക ഇടപെടുകയും ചെയ്താൽ അവസ്ഥ അപകടകരമാകും എന്നതാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇസ്രയേലും അമേരിക്കയുമായി ജൂണിൽ നടന്ന 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിന് ശേഷം ഇറാന്റെ സാമ്പത്തിക അവസ്ഥ കൂടുതൽ വഷളായിരിക്കുകയാണ്. അതിനിടയിലാണ് പൊതുജനം ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങിയിരിക്കുന്നത്. 2022 ശിരോവസ്ത്രം ധരിക്കാത്തതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത മഹസ അമീനി എന്ന യുവതി കസ്റ്റഡിയിൽ മരിച്ചതിനെ തുടർന്നുണ്ടായ ദേശീയ പ്രതിഷേധങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ പ്രക്ഷോഭത്തിനാണ് ഇറാൻ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.